യെസ്, നമസ്കാരം. ഗുഡ് ഈവനിങ്. നമ്മുടെ എഫ് ഗ്ലോബൽ ഓർഗനൈസ് ചെയ്യുന്ന സിൻസിനോ പ്രൊജക്ട് പ്രസന്റേഷന്റെ ഭാഗമായിട്ടുള്ള റെഗുലർ സൺഡേ ഹെൽത്ത് അവയർനെസ് സൂം സെഷനിലേക്ക് ഞാൻ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും, ഈ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിനെയും അതോടൊപ്പം നമ്മുടെ ഗസ്റ്റുകളായിട്ട് വന്നിരിക്കുന്ന ഓരോ മഹത് വ്യക്തിത്വങ്ങളെയും, അതോടൊപ്പം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വളരെ ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. ഞാൻ വളരെ അടുത്തിടെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. വളരെ ഒരുപാട് മേഖലകളിൽ അഗ്രഗണ്യനായിട്ടുള്ള, വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, വളരെ ലളിതമായി ജീവിക്കുന്ന, സമൂഹത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ആതുര സേവനം മാത്രം ജീവിത ലക്ഷ്യമാക്കി എടുത്തിട്ടുള്ള, അതിന് വളരെ വേറിട്ട വഴികളിലൂടെ ചിന്തിക്കുന്ന, വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് യഥാർത്ഥ പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിതത്തിൽ വളരെ വലിയ ആശ്വാസം പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രിയങ്കരനായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ സുരേഷ് ഗുപ്തൻ അവർകളാണ്, സാറാണ് ഇന്ന് നമ്മോടൊപ്പം വിശിഷ്ട വ്യക്തിയായി, അതിഥിയായി ചേരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എന്താണ് സിൻസിനോ, എന്താണ് ഈ പ്രൊജക്ടിന്റെ പ്രസക്തി, നമ്മൾ എന്താണ് ഈ കമ്പനിയുടെ പ്രോഗ്രാം എന്നതിൽ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഞാനൊന്ന് ഷെയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാം. എന്തായാലും ഈ പ്രസന്റേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് റോബിൻ ശർമ്മയുടെ ഒരു കോട്ട്, സ്ക്രീനിൽ കാണുന്ന ഒരു കോട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം. The world belongs to those who take control of their health, their mindset and their future. ലോകം ആരാണോ ആരോഗ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത്, അവരുടെ മൈൻഡ് സെറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത്, ഭാവിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത്, അവർക്കുള്ളതാണ് ഇനിയുള്ള ലോകം. The true elite are not just the wealthiest, they are the healthiest. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നത നമ്മൾ അളക്കുന്നത് സമ്പത്ത് കൊണ്ടല്ല, പണം കൊണ്ടല്ല, മറിച്ച് ആരോഗ്യം കൊണ്ടാണ്. The most purpose driven and the ones who create a legacy of impact. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, ഒരു പർപ്പസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് എങ്ങനെയാണ് ഈ പ്രൊജക്ട് നമ്മളെ സഹായിക്കുക? എന്താണ് ഈ പ്രൊജക്ട്? സിൻസിനോ ഒരു ഗ്ലോബൽ ഹെൽത്ത് ആൻഡ് വെൽനസ് ടെക്നോളജി ബേസ്ഡ് കമ്പനിയാണ്. ആൻഡ് ദിസ് കമ്പനി ഈസ് ഫ്രം സ്കാൻഡിനേവിയ. ഈ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഗോട്ടൻബർഗിലാണ്, സ്വീഡനിലാണ്. ആൻഡ് ദിസ് കമ്പനി ഈസ് എ ടെസ്റ്റ് ബേസ്ഡ് പേഴ്സണലൈസ്ഡ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് സയന്റിഫിക് സ്കിൻ കെയർ ബ്രാൻഡ്. ഇന്ന് നമുക്കറിയാം, ഒരുപാട് കമ്പനികൾ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം സംവിധാനങ്ങൾ, ധാരാളം പ്രൊഡക്റ്റുകൾ, ഒരുപാട് കമ്പനികൾ, ഒട്ടനവധി മൾട്ടി മില്യൺ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സമൃദ്ധിയായിട്ടുണ്ട്. പക്ഷെ ആരോഗ്യ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, ദിനം പ്രതി ആളുകളുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഏത് വീടുകളിൽ നോക്കിക്കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ രോഗവും മരുന്നും ചികിത്സയ്ക്കായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഈ പ്രോഗ്രാം, ദിസ് കമ്പനി 2005 സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇന്ന് അനേകായിരം ആളുകളിലേക്ക്, മില്യൺസ് ഓഫ് ആളുകളിലേക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ഗ്ലോബലി ലോകം മുഴുവൻ ഇന്ന് വളരെ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. സോ ദിസ് കമ്പനി ഈസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഇത് നാസ്ഡാക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. സോ നാസ്ഡാക്ക് ഫസ്റ്റ് നോർത്ത് പ്രീമിയർ ഗ്രോത്ത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തുള്ള ഒരു കമ്പനിയാണ്. ആൻഡ് കമ്പനിയുടെ സയന്റിഫിക്കലി ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ ടാർഗറ്റഡ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ന്യൂട്രിയൻസ് ഇന്ന് 100-ലധികം മാർക്കറ്റുകളിൽ, രാഷ്ട്രങ്ങളിൽ അവൈലബിൾ ആണ്. ധാരാളം ഹെൽത്ത് ആൻഡ് വെൽനസ് കമ്പനികളെ സിൻസിനോ ഓൾറെഡി നിലവിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. സുർവിറ്റ, സെലിസ്, അതുപോലെ VMA ലൈഫ്, ACN, വാലന്റസ് തുടങ്ങിയ ഒരുപാട് കമ്പനികളെ, ഹെൽത്ത് ആൻഡ് വെൽനസ് കമ്പനികളെ സിൻസിനോ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഓണർഷിപ്പിൽ ഒരു ഒലീവ് ഓയിൽ മാനുഫാക്ചറിങ് ഹബ് ഉണ്ട്. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഹാൻസ് ആൻഡ് ഹെയ്ഡി എന്ന് പറയുന്ന ഒരു സ്കിൻ കെയർ ബ്രാൻഡ് ഈ കമ്പനിയുടേതായിട്ടുണ്ട്.
അതുപോലെ തന്നെ കമ്പനിയുടെ നോർവേയിൽ കമ്പനിയുടെ റിസർച്ച് ആൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, ബയോ ആക്റ്റീവ് ഫുഡ്സ്, അതുപോലെ തന്നെ ഫോൺ ഫാർമ എന്ന് പറയുന്ന കമ്പനികൾ നോർവേയിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്പനി ഗോട്ടൻബർഗിലാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഈ കമ്പനി കഴിഞ്ഞ വർഷം ഇതിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ലോകമെമ്പാടും 100-112 രാജ്യങ്ങളിൽ ഈ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആദായം അല്ലെങ്കിൽ റിട്ടേൺസ് ലഭിക്കുന്നത് എന്തിൽ നിക്ഷേപിച്ചാലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാവുന്നത് നമ്മുടെ ആരോഗ്യത്തിൽ മാത്രം നിക്ഷേപിക്കുമ്പോഴാണ്. നമ്മൾ പലപ്പോഴും നിക്ഷേപിക്കുന്നത് ബാങ്കുകളിൽ നിക്ഷേപിക്കും, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കും. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ നോക്കുക. പലപ്പോഴും ആരോഗ്യത്തിൽ ആരും നിക്ഷേപിക്കാറില്ല എന്നതാണ് ഏറ്റവും ഖേദകരം. എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഏറ്റവും ആദായകരമായ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിൽ, തീർച്ചയായിട്ടും ആരോഗ്യത്തിൽ നിക്ഷേപിക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും ആൾക്കാർ രോഗിയായതിനു ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ, ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. അപ്പൊ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമുക്കറിയാം ആരോഗ്യമുള്ളപ്പോൾ തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രസക്തമായ കാര്യം, ദ ഡോക്ടർ ഓഫ് ദ ഫ്യൂച്ചർ ഇസ് ദ പേഷ്യന്റ് എന്നതാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയാറുള്ളത്. അതായത് ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വന്നതിന് ശേഷം ഒരു ആശുപത്രിയിൽ പോയി ശിഷ്ടകാലം മരുന്നുകളും ചികിത്സയുമായിട്ട് കഴിയുക എന്നുള്ളതല്ല. വളരെ താൽക്കാലികമായിട്ട് മാത്രമാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതും അല്ലെങ്കിൽ പിന്തുടരേണ്ടതും. എന്നാൽ ആജീവനാന്തം ഇത്തരം കാര്യങ്ങൾ പിന്തുടരുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അത്യന്തം അപലപനീയവും അതുപോലെ തന്നെ നിരുത്തരവാദപരവുമായിട്ടുള്ള രീതിയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എങ്ങനെ നമ്മൾ ദ ഡോക്ടർ ഓഫ് ദ ഫ്യൂച്ചർ ഇസ് ദ പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മനുഷ്യ ശരീരം നിർമ്മിതമായിട്ടുള്ളത് വെള്ളം, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, അതുപോലെ വിറ്റമിൻസ്, മിനറൽസ് തുടങ്ങിയ 6 വിഭാഗത്തിലുള്ള പോഷക സംയുക്തങ്ങളാലാണ്. ഈ പോഷകങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ, ഇതിന്റെ ക്വാളിറ്റി, ഇതിന്റെ ഗുണവും ഇതിന്റെ അളവും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ വളരെയധികം സ്വാധീനിക്കും. പ്രധാന പ്രശ്നം, ഇതെല്ലാം നമുക്ക് ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കുക. എന്നാൽ നമ്മുടെ ഭക്ഷണ രീതി ഇപ്പോ ഭാഗികമായി മാത്രമേ ഈ പോഷകങ്ങൾ ശരീരത്തിലേക്ക് ലഭ്യമാക്കുന്നു. ഇപ്പോ നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ റോജർ വില്യംസ്. അദ്ദേഹം രോഗങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു നിർവചനം ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത്, there is only one disease, ലോകത്തിൽ ഒരു ഒറ്റ അസുഖം മാത്രമേ ഉള്ളൂ എന്നാണ്. ആൻഡ് ദാറ്റ് ഡിസീസ് is cellular malfunction. അപ്പോൾ when cells are deprived of essential nutrients or exposed to toxins, they malfunction, leading to the symptoms we identify as disease. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ന്യൂട്രിയൻസ് ലഭിക്കാതെ വരുമ്പോൾ, നമുക്ക് പോഷകങ്ങൾ, ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവയ്ക്ക് ടോക്സിൻസുമായിട്ട് സമ്പർക്കം വരുമ്പോൾ അതിന്റെ സിംറ്റംസ് ആണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിംറ്റംസിനെയാണ് നമ്മൾ രോഗങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങളായി കണക്കാക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏതൊരു രോഗത്തിന്റെയും അടിസ്ഥാനം ഇതാണ്, ഈ കോശങ്ങൾക്ക് ഉണ്ടാവുന്ന കേടുപാടുകളാണ്. അപ്പൊ അവയ്ക്ക് കേടുപാടുകൾ ഉണ്ടാക്കുന്നത് അവയ്ക്ക് ആവശ്യമായ ഈ പോഷകങ്ങളുടെ അഭാവം മൂലമോ അല്ലെങ്കിൽ വിഷവസ്തുക്കളുടെ ആധിക്യം മൂലമോ ഒക്കെയാണ്. അപ്പൊ ഹൃദയകോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അത് ഹൃദ്രോഗത്തിന് കാരണമാവും. വൃക്കരോഗങ്ങൾക്ക് കാരണമാവുന്നത് ആ വൃക്കയുടെ കോശങ്ങൾ നശിക്കുന്നതാണ്. മസ്തിഷ്ക കോശങ്ങൾ നശിക്കുമ്പോൾ മസ്തിഷ്ക രോഗങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ കോശങ്ങൾ നശിക്കുന്നതും രോഗങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യങ്ങളും, അതായത് കുറെ മെക്കാനിസങ്ങളുണ്ട്. ഇപ്പൊ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ, മെംബ്രെയിൻ ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയുന്ന ഒരുപാട് മൈക്രോ മെക്കാനിസങ്ങൾ, കോശങ്ങളുടെ കേടുപാടുകൾ ഉണ്ടാക്കുന്ന മെക്കാനിസങ്ങളാണ് ഇവയെല്ലാം. ഇതൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ഈ പോഷകങ്ങളുടെ ലഭ്യതയും അതുപോലെ തന്നെ വിഷവസ്തുക്കളുടെ, കോശങ്ങളെ കേടുപാടുകളിലേക്ക് നയിക്കുന്ന വിഷവസ്തുക്കളുടെ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പൊ പഴയകാല ഭക്ഷണക്രമമൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഭക്ഷ്യ വസ്തുക്കളൊക്കെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നമുക്ക് ഇതെല്ലാം വളരെയധികം നന്നായിട്ട് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ഭക്ഷണവും നമുക്കറിയാം ഒരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ വ്യവസായശാലയിലോ ഒക്കെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഫുഡ് ഇൻഡസ്ട്രിയാണ്. ഓക്കെ, എല്ലാം ഇൻഡസ്ട്രിയലൈസേഷനാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും കോശങ്ങളെയും മറ്റ് അവയവങ്ങളെയൊക്കെ കേടാക്കുന്ന അല്ലെങ്കിൽ അപകടത്തിലേക്ക് നയിക്കുന്ന വലിയ അളവിൽ വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് കോശങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കണമെങ്കിൽ നമ്മൾ കോശങ്ങളുടെ പ്രവർത്തനത്തെ പരിശോധിക്കുന്നത് സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ഒരു മെക്കാനിസത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കണക്കാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എന്താണ് ഈ മെക്കാനിസം? അവിടെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ കോശങ്ങളുടെ മെംബ്രെയിൻ. നമുക്കറിയാം എല്ലാ കോശങ്ങൾക്കും ഒരു സംരക്ഷണ വലയമുണ്ട്, അതിനെയാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയാം. ഈ കോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്, അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമുക്ക് omega-3 omega-6 എന്ന് പറയുന്ന എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ്. നേരത്തെ പറഞ്ഞ ന്യൂട്രിയൻസിൽ ഒരു പ്രധാന മാക്രോ ന്യൂട്രിയന്റ് എന്ന് പറയാവുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. എന്നാൽ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് കിട്ടുന്നില്ല, നല്ല ആ ഫാറ്റ് കിട്ടുന്നില്ല. പകരം നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റോ നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത ഫാറ്റുകളൊക്കെയാണ് ശരീരത്തിൽ വരുന്നത്. അപ്പൊ ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിൽ പ്രധാനമായിട്ടുള്ളതാണ് omega-6 omega-3. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇവയുടെ ബാലൻസ് ആണ്. അതായത് ശരീരത്തിൽ എല്ലായ്പ്പോഴും omega-6ഉം omega-3യും തുല്യ അളവിലാണ് ഉണ്ടായിരിക്കേണ്ടത്. ഈ റേഷ്യോ 1:1 ആണ്. അതായത് ഒരു ഭാഗം omega-6 ആണെങ്കിൽ ഒരു ഭാഗം omega-3 ആണ് ഉണ്ടായിരിക്കേണ്ടത്. ഇത് 3 ഭാഗം വരെ omega-6ഉം ഒരു ഭാഗം omega-3യും വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ല. എന്നാൽ ഇത് 4:1 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് വന്നാൽ തന്നെ നമ്മുടെ ശരീരം ഒരു രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നു, ഒരു ടേണിംഗ് പോയിന്റിലേക്ക് വന്നു എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ ഇന്നിപ്പോൾ നിർഭാഗ്യവശാൽ നമ്മൾ ഒട്ടുമിക്ക ആളുകളെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളുടെയും 25:1, 30:1, 50:1 ഒക്കെയാണ് റേഷ്യോ. ഇത് വലിയ അളവിലുള്ള രോഗാവസ്ഥകൾ, അതായത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്. omega-6 എന്ന് പറയുന്ന ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഫാറ്റി ആസിഡാണ്. എന്നാൽ അതേസമയം omega-3 എന്ന് പറയുന്ന ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കുന്നതാണ്. ഇത് ഒരേ ബാലൻസിൽ വന്നാൽ മാത്രമാണ് ഈ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുക. പല സമയങ്ങളിലും ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു മെക്കാനിസമാണ്. ആ ഒരു പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് omega-3 അല്ലെങ്കിൽ omega-6 omega-3യുടെ ഒരു ബാലൻസിന്റെ ഒരു പ്രാധാന്യം. ഈ omega-3 ഇത് ബാലൻസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കാൻ ബോഡിക്ക് അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് സാധിക്കാതെ വരും. അതോടുകൂടി ക്രോണിക് ഇൻഫ്ലമേഷൻ എന്നൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം നീങ്ങുന്നുണ്ടാവും. ഇതെല്ലാ രോഗ സാഹചര്യങ്ങൾക്കും എല്ലാ രോഗ അവസ്ഥകൾക്കും ഒരു ഉതകുന്ന സാഹചര്യം ശരീരത്തിൽ സൃഷ്ടിക്കും. അതിന്റെ പ്രധാന കാരണം ഇതാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കോശങ്ങളാണ് ശരീരത്തിന്റെ അടിസ്ഥാന യൂണിറ്റുകൾ. ഈ കോശങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇതിന്റെ ഒരു സെല്ലുലാർ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, അതായത് സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ഒരു മെക്കാനിസം ശരിയായ രീതിയിൽ നടക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഈ omega-6 കൂടുകയും omega-3 കുറയുകയും ചെയ്യുമ്പോൾ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഇല്ലാതാവുകയും കോശങ്ങളിലേക്ക് പോഷകങ്ങളെ ആഗിരണം ചെയ്യാൻ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ കഴിയാതെ വരികയും കോശങ്ങളിൽ നിന്ന് ടോക്സിൻസിനെ പുറന്തള്ളാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇതിനെ പറയുന്നത് സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്നാണ്. ഈ ഫ്ലൂയിഡിറ്റി മെംബ്രെയിൻ ഇന്റഗ്രിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ മെംബ്രെയിൻ ഹാർഡ് ആവും, അല്ലെങ്കിൽ അത് റിജിഡ് ആവുകയും ഈ പറയുന്ന ന്യൂട്രിയൻസിനെ, പോഷകങ്ങളെ അബ്സോർപ്ഷൻ ചെയ്യാൻ കഴിയാതെ വരികയും അല്ലെങ്കിൽ പോഷകങ്ങളെ ടോക്സിൻസിനെ പുറന്തള്ളാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കോശങ്ങൾ നശിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സാഹചര്യം ഇതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇത് മെഷർ ചെയ്യുന്നതിന് നമ്മൾ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി മെഷർ ചെയ്യുന്നത് omega-6 to omega-3 റേഷ്യോ അടിസ്ഥാനമാക്കിയാണ്. ആൻഡ് ദാറ്റ് റേഷ്യോ ഇസ് 3:1. ഇതൊരു 3:1 അതിൽ താഴെ റേഷ്യോയിൽ നിന്നാൽ മാത്രമാണ് ശരീരത്തിന്, കോശങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക. എന്നാൽ നിർഭാഗ്യവശാൽ നമുക്ക് ഒട്ടുമിക്ക ആളുകളും ഇപ്പൊ 20:1, 25:1, 50:1 എന്നൊക്കെ പറയുന്ന റേഷ്യോയിലാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പൊ കോശങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കുന്നത് ഈ പറയുന്ന സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇതിന് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി അല്ലെങ്കിൽ ഫ്ലെയിം അയോണൈസേഷൻ ഡിറ്റക്ഷൻ, മാസ് സ്പെക്ട്രോമെട്രി എന്നൊക്കെ പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ന്യൂട്രീഷണൽ സ്പോർട്ട് ബ്ലഡ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. അത് വലിയ വലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, യൂണിവേഴ്സിറ്റികളിൽ ഇവിടേക്ക് ഇത് അവൈലബിൾ ആണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്തുകൊണ്ട് നമുക്ക് ഈ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, അതുപോലെ തന്നെ 11ഓളം ഫാറ്റി ആസിഡ്സിന്റെ റേഷ്യോ, സെൽ മെംബ്രെയിൻ പ്രൊട്ടക്ഷൻ വാല്യൂ, കോശങ്ങളുടെ ഈ നിർമ്മിത ഘടകങ്ങളായിട്ടുള്ള omega-6 and 3യുടെ അനുപാതം, ശതമാനം, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ലോകത്തിൽ ഇത്തരത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒരു സയന്റിഫിക് റിസർച്ച് ലബോറട്ടറിയാണ് നോർവേ ആസ്ഥാനമാക്കിയിട്ടുള്ള വിറ്റാസ് അനലിറ്റിക്കൽ സർവീസസ്. ഇവര്
ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ്, ഓസ്ലോ, ലണ്ടൻ കിങ്സ് കോളേജ്, ബെർലിൻ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, മസാച്യുസെറ്റ്സ് ജനറൽ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റീസിന്റെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഒളിമ്പിക് കമ്മിറ്റി പോലെയുള്ള സംവിധാനങ്ങളുടെ ഒക്കെ തന്നെ ഒരു പാർട്ട്ണർ, കൊളാബറേറ്റീവ് പാർട്ട്ണർ, അല്ലെങ്കിൽ അവരുടെ എല്ലാം തന്നെ ടെസ്റ്റുകൾ ഇതെല്ലാം നടക്കുന്നത് ഈ ഒരു ലാബിലാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദ വേൾഡ്സ് മോസ്റ്റ് റെപ്യൂട്ടബിൾ റിസർച്ച് അനലിറ്റിക്കൽ സർവീസസ് കമ്പനിയാണ് അല്ലെങ്കിൽ ലാബാണ് ഈ വിറ്റാസ് അനലിറ്റിക്കൽ സർവീസ്. അവിടെയാണ് നമുക്ക് ഈ റിപ്പോർട്ട് ലഭിക്കുക. അതായത് ഏറ്റവും സുതാര്യവും കൃത്യവും വിശദവുമായ റിപ്പോർട്ട് നമുക്ക് ഈ ബ്ലഡ്, 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്തുകൊണ്ട് ഒരു 3 ആഴ്ചക്കുള്ളിൽ, ശരാശരി 3-4 ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ലോകോത്തര ലാബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ സിൻസിനോ കമ്പനിയുടെ ഒരു ബാലൻസ് ടെസ്റ്റ് കിറ്റ്, ഒരു ടെസ്റ്റ് കിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് വാങ്ങിയതിനു ശേഷം ആ കിറ്റിൽ നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം നമ്മൾ 2-3 തുള്ളി ബ്ലഡ് ആ ഒരു ഡ്രൈ പാക്ക് ചെയ്ത ആ ഒരു കിറ്റിനോടൊപ്പം ഉള്ള കവറിൽ സീൽ ചെയ്ത് നമ്മളത് കമ്പനിയുടെ ഡൽഹി അഡ്രസ്സിലേക്ക് അയക്കുക. തുടർന്ന് ആ ടെസ്റ്റ് കിറ്റിൽ നൽകിയിട്ടുള്ള ഒരു ടെസ്റ്റ് ID, ഓരോ ടെസ്റ്റിനും ഒരു ID ഉണ്ടാവും. അത് zinzinotest.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. ഒരു 3-4 ആഴ്ചക്കുള്ളിൽ നമ്മുടെ വിശദമായ റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ശരീരത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള ഈ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ, പോഷക ലഭ്യത, ഇതെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് രോഗസാധ്യതകളിലേക്കും അല്ലെങ്കിൽ രോഗാവസ്ഥകളിലേക്കും ശരീരം പ്രവേശിക്കുന്നില്ല, നീങ്ങുന്നില്ല എന്നത് ഉറപ്പുവരുത്താൻ നമുക്ക് ഈ ടെസ്റ്റിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പല ടെസ്റ്റുകളും ചെയ്യാറുണ്ട്. നമ്മൾ ആശുപത്രികളിൽ പോയിട്ട് ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്, അതായത് ഒരു രോഗം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ നിർണ്ണയിക്കുന്നത്. അപ്പൊ ആ രോഗിയായി കഴിഞ്ഞു, നിലവിൽ നമുക്കൊരു രോഗം വന്നു, ആ രോഗത്തെ നമ്മൾ, രോഗത്തിന്റെ തീവ്രത അല്ലെങ്കിൽ ആ രോഗത്തിന്റെ സ്റ്റേജ്, ഇതൊക്കെയാണ് നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അവിടെയാണ് നമുക്ക് ഈ ഒരു ടെസ്റ്റിന്റെ പ്രാധാന്യം. ശരീരം ഒരു രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ വിശദമായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും നമ്മൾ അറിയേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഇന്നിപ്പോ ലോകത്തില് ഇവർ ഈ ഒരു ടെസ്റ്റ് ആക്ച്വലി ഇത് നമ്മൾ വളരെ ഒരു 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 വലിയൊരു ഗേറ്റ് വേ ആണ്. അതായത് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ആൻഡ് സെല്ലുലാർ ഫങ്ഷൻസ്. അപ്പൊ ഇന്ന് ലോകത്തിൽ ഇവർ ഈ ടെസ്റ്റ് ചെയ്തപ്പോ 97% ആളുകളും ഫെയിലാണ്, അതായത് അൺബാലൻസ്ഡ് ആണ്. ഇവരുടെയൊക്കെ റേഷ്യോ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് 25, ഗ്ലോബൽ ആവറേജ് എന്ന് പറയുന്ന 27:1 ആണ്. ഇന്ത്യൻ ആവറേജ് എന്ന് പറയുന്നത് അതിലും കൂടുതലാണ്. കാര്യം 99.999% ആൾക്കാരും ഇത് ഫെയിലാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു വളരെ നല്ല ഒരു ഗുഡ് ന്യൂസ്. അപ്പൊ ഈ ഒരു ടെസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ കമ്പനി പറയുന്നത് നമുക്ക് നമ്മുടെ ബോഡി സെല്ലുലാർ ഫങ്ഷൻസ് അല്ലെങ്കിൽ ബോഡി ഫങ്ഷൻസ് വി ക്യാൻ ബ്രിങ് യു ബാക്ക് ഇൻ ടു ബാലൻസ് ഇൻ 120 days എന്നാണ്. ഇത് എത്ര അൺബാലൻസ്ഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബാലൻസ് ആയിക്കോട്ടെ, 120 ദിവസത്തിനുള്ളിൽ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പലപ്പോഴും നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള സിംറ്റംസ്, അതായത് ഇന്ന് നമുക്കറിയാം ഒരുപാട് ഈ ക്ഷീണം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ബ്രെയിൻ ഫോഗ്, പലതരത്തിലുള്ള അസുഖങ്ങൾ, ഇതൊക്കെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒരു ബ്രെയിൻ ഫംഗ്ഷൻ മുതൽ ഹാർട്ടിന്റെ ഫംഗ്ഷൻ, ഇമ്മ്യൂൺ ഫംഗ്ഷൻ, മസിൽ ജോയിന്റ്, ഇതെല്ലാം ഒരു 120 ദിവസത്തിലേക്ക് നമുക്ക് നോർമലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്കിത് സാധിക്കുക? ഈ കമ്പനി അതിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കേഷനോ അല്ലെങ്കിൽ ഡ്രഗുകളോ കെമിക്കൽസോ അല്ല. ഈ കമ്പനിയുടെ ഒരു വലിയ പാനൽ ഓഫ് സയന്റിസ്റ്റുകൾ, റിസർച്ചേഴ്സ്, ഡോക്ടർ പോൾ ക്ലേറ്റൺ അല്ലെങ്കിൽ ഓല ഐഡെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വലിയ വലിയ റിസർച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, സയന്റിസ്റ്റുകൾ ഇവിടെയുണ്ട്. അവർ പ്രിപ്പയർ ചെയ്യുന്നത് ഫുഡാണ്. അതായത് വളരെയധികം പേറ്റന്റഡ് ആയിട്ടുള്ള സ്വന്തമായിട്ടുള്ള മാനുഫാക്ചറിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നിന്ന് ഈ കമ്പനി അവര് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് വേണ്ട ഫുഡ്, അതായത് ക്ലിനിക്കൽ ന്യൂട്രീഷൻ കാറ്റഗറിയിൽ വരുന്ന ആന്റൈ ഇൻഫ്ലമേറ്ററി ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആണ്, ഫുഡ് സപ്ലിമെന്റ്സ് ആണ്. ഇതിനകത്ത് അൺനാച്ചുറൽ ആയിട്ട് ഒന്നുമില്ല. അത്തരത്തിൽ കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് എസെന്റ് ഓയിൽ പ്ലസ്. ഇതിനകത്ത് 60% ഫിഷ് ഓയിൽ ആണ്, ബാക്കി 40% ഒലീവ് ഓയിൽ ആണ്. സ്പാനിഷ്, അതായത് പ്രീ ഹാർവസ്റ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ആണ്. അതോടൊപ്പം തന്നെ വിറ്റമിൻ D3, വിറ്റമിൻ ഇ, ദെൻ എസെൻഷ്യൽ ഓയിൽസ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നാച്ചുറൽ ബ്ലെൻഡ് ആണ്. ഇതൊരു ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു, എന്താ പറയാ, വളരെയധികം ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്കറിയാം മാർക്കറ്റിൽ ധാരാളം ഒമേഗ 3 സപ്ലിമെന്റ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇന്ന് $12 ബില്യൺ ഒരു ജനറേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഈ ഒമേഗ 3 ഇൻഡസ്ട്രി. അപ്പൊ അതിനകത്ത് 95% സപ്ലിമെന്റ്സും വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത ഒമേഗ 3 സപ്ലിമെന്റ് എടുക്കുന്ന ആളുകൾ, ഞങ്ങൾ ഒരുപാട് ആളുകളെ ടെസ്റ്റ് ചെയ്തു, ഒരാൾ പോലും റേഷ്യോ ബാലൻസ്ഡ് അല്ല.
ഈവൻ 20-30 വർഷമായിട്ട് ടെസ്റ്റ് സപ്ലിമെന്റ്സ് കഴിക്കുന്ന ആൾക്കാർ പോലും 20:1 25:1 ഒക്കെയാണ് റേഷ്യോ. അതിന്റെ പ്രധാന കാരണം ഈ സപ്ലിമെന്റ്സിന്റെ ഒരു ക്വാളിറ്റി മെഷർ ചെയ്യുന്നത് ഓയിൽ സ്റ്റെബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു മെഷർമെന്റിലാണ്, OSI. ഇത് പല സപ്ലിമെന്റ്സിനും 1 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെയൊക്കെ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിലോ 5 മണിക്കൂറിനുള്ളിലോ ഈ സപ്ലിമെന്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് അബ്സോർപ്ഷൻ നടന്നിട്ടില്ലെങ്കിൽ അത് റാൻസിഡ് ആയി, ഓക്സിഡൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യില്ല. ഓക്കെ. എന്നാൽ അതേസമയം ബാലൻസ് ഓയിൽ അതിന്റെ OSI എന്ന് പറയുന്നത് മോർ ദാൻ 35 അവേഴ്സ് ആണ്, 35 മണിക്കൂറിൽ അധികമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓക്സിഡൈസ് ആവില്ല. ഇത് നമ്മുടെ ഇൻക്രീസ്, അതായത് ഇത് ബോഡിയിലേക്കുള്ള അബ്സോർപ്ഷനെ അത് ശരിയായ രീതിയിൽ അത് അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ വളരെ ഫ്രഷ് ആയിട്ട് പൊട്ടന്റ് ആയിട്ട് അത് കോശങ്ങളിലേക്ക് എത്തിച്ചേരും. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബോഡി ഫ്രം ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ഇനി അത് മാത്രമല്ല, ഇതിന്റെ വാല്യൂ ഇപ്പൊ പല ആളുകളും ചോദിക്കാറുണ്ട്, സാറേ മാർക്കറ്റിൽ ഇത്ര പൈസയല്ലേ ഉള്ളൂ, ഇത് ഇത്ര ബോട്ടിലിന് ഇത്ര റുപ്യ ഉണ്ടല്ലോ. നമ്മൾ നോക്കേണ്ടത് പൈസയല്ല, എന്ത് വാല്യൂ നമ്മൾ കഴിക്കുന്ന സാധനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു സപ്ലിമെന്റ് വാങ്ങി കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻ വാല്യൂ എന്താണ്? ഇപ്പൊ omega-3 നമ്മൾ പല സപ്ലിമെന്റ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു സെർവിങ്, അതായത് നമ്മൾ ഈ ബാലൻസ് ഓയിലിൽ നിന്ന് നമ്മൾ ഒരു ടീസ്പൂണോ ടേബിൾ സ്പൂണോ കഴിക്കുന്ന വാല്യൂ, നമുക്ക് ലഭിക്കുന്ന പോഷകങ്ങൾ, അതായത് omega-3, ഇപ്പൊ EPA ആയിക്കോട്ടെ, DHA ആയിക്കോട്ടെ, omega-7, omega-9 പോളിഫിനോൾസ്, വിറ്റമിൻ ഡി, ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സപ്ലിമെന്റ് ആണ് കഴിക്കുന്നതെങ്കിൽ ഒരു 20 സപ്ലിമെന്റ് എങ്കിലും കഴിക്കേണ്ടി വരും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 മുതൽ 17 വരെ സപ്ലിമെന്റ് കഴിക്കേണ്ടി വരും. വിറ്റമിൻ ഡി 2 വേറെ കഴിക്കേണ്ടി വരും. വിറ്റമിൻ ഇ വേറെ ഒരെണ്ണം കഴിക്കേണ്ടി വരും. പോളിഫിനോൾസ് ലഭിക്കണമെങ്കിൽ അത്ര നല്ല ക്വാളിറ്റിയുള്ള എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ നമ്മളൊരു ടേബിൾ സ്പൂൺ കഴിക്കണം പോളിഫിനോൾസ് കിട്ടണമെങ്കിൽ. എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഹൈലി എക്സ്പെൻസീവ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന് തന്നെ നിങ്ങൾ 1000-ൽ കൂടുതൽ രൂപ ചെലവാക്കേണ്ടി വരും. ഇനി ഇത് ഭക്ഷണത്തിലൂടെ നമുക്ക് ബാലൻസ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഭക്ഷണം നമുക്ക് ഇന്ന് പ്രായോഗികമായിട്ട് കഴിക്കല് അല്ലെങ്കിൽ നമുക്ക് പോസിബിൾ അല്ല, സാധ്യമല്ല. കാരണം ഈ അളവിൽ നമുക്ക് omega-3 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യ ശരീരത്തിനും ദിവസേന ഒരു 3 ഗ്രാം, അതായത് 3000 മില്ലിഗ്രാം വരെ omega-3 വേണം. അത് എസെൻഷ്യൽ ആണ്, കിട്ടിയേ പറ്റൂ. കാര്യം കോശങ്ങൾ നമുക്കറിയാം, ബില്യൺസ് ഓഫ് കോശങ്ങളാണ് ഓരോ ദിവസവും ശരീരത്തിൽ റീജനറേറ്റ് ചെയ്യുക. ഈ റീജനറേഷൻ നടക്കണമെങ്കിൽ ഇത് കൂടിയേ തീരൂ. കാര്യം ഇതാണ് അതിന്റെ സ്ട്രക്ചറൽ കമ്പോണന്റ്, എസ്പെഷ്യലി സെൽ മെംബ്രെയിനിന്റെ. ഈ പറയുന്ന ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ, ഡീടോക്സിഫിക്കേഷൻ നടക്കണമെങ്കിൽ ഒക്കെ ഇത് ആ ശരിയായ രീതിയിൽ അത് നിർമ്മിക്കപ്പെട്ടേ തീരൂ. അപ്പൊ അവിടെയാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രാധാന്യം, ഇതിന്റെ ആവശ്യകത. അപ്പൊ അവിടെ ഇത് നമ്മൾ ഏറ്റവും ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും മാർക്കറ്റിംഗ് ക്ലെയിമോ കാര്യങ്ങളോ അല്ല. ഞാൻ ഈ പറയുന്നതെല്ലാം വളരെ ഫാക്റ്റ് ആണ്, അതായത് വസ്തുതാപരമായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതെല്ലാം ഇന്ന് ഇൻഫർമേഷൻ വളരെ അവൈലബിൾ ആണ്. ഈ പ്രൊഡക്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മളൊരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരോ എന്ത് പറയണം എന്നുള്ളതല്ല. ഇതിന്റെ ക്വാളിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് കുറെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഈ സർട്ടിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ ഈ എസെൻസിനോന്റെ ബാലൻസ് ഓയിലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫോംഡ് സ്പോട്ട് എന്ന് പറയും. ഇൻഫോംഡ് സ്പോട്ട് എന്ന് പറയുന്നത് ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ കഴിക്കുന്നത് ഇവരുടെ അപ്രൂവൽ ഉണ്ടോ എന്നാണ് നോക്കുക. ഇൻഫോംഡ് സ്പോട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ടോ? അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഡോപ്പിംഗ് ഏജൻസോ സ്റ്റിറോയിഡ്സോ അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അൺനാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസോ ഇല്ല എന്നാണ് അർത്ഥം. കാര്യം ഒളിമ്പിക്സിലൊക്കെ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ബ്ലഡ് സ്ക്രീനിങ്ങിലൊക്കെ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ ലൈഫ് മൊത്തം തീർന്നു. അപ്പൊ അതുകൊണ്ട് അത്രയും കെയർഫുൾ ആണ് അവർ. അതുപോലെ തന്നെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ്, ഇപ്പം കൊളോൺ ലിസ്റ്റ്, ജർമ്മനി ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രൂവൽ ആണ് കൊളോൺ ലിസ്റ്റ്. അതും ഈ സ്പോർട്സ് പ്രൊഫഷണൽസിന് വേണ്ടി ആന്റി ഡോപ്പിംഗ് ഏജൻസ് ഒക്കെ, ഡോപ്പിംഗ് ഏജൻസ് ഒക്കെ ഇല്ലാന്ന് ഉറപ്പുവരുത്തുന്ന സർട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഇത് ഹൈലി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ആണ്, സ്പോർട്സ് ന്യൂട്രീഷൻ കാറ്റഗറിയിലുള്ള പ്രോഡക്ട്സ് ആണ്. അതുപോലെ തന്നെ GMP സർട്ടിഫൈഡ് ആണ്, ഫ്രണ്ട് ഓഫ് ദ സീ, ഓൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് തുടങ്ങി നിരവധി സവിശേഷമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് അപ്രൂവലൊക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതിനേക്കാൾ ഉപരി നമുക്കിത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും കഴിക്കാം. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ, അതായത് 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഗർഭിണികൾ, പ്രായമുള്ള ആൾക്കാർ, ഏത് ഏജ് ഗ്രൂപ്പിലും ഇത് അത്യന്താപേക്ഷിതമാണ്, അത്യാവശ്യമാണ്. എസ്പെഷ്യലി ഡ്യൂറിങ് പ്രഗ്നൻസി. ഇപ്പൊ പ്രഗ്നൻസി പീരീഡിൽ അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന സമയത്തൊക്കെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഇത് അത്യാവശ്യമാണ്. കാര്യം ബ്രെയിൻ വളരണമെങ്കിൽ, ബ്രെയിൻ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഡെവലപ്മെന്റിന്, വിഷ്വൽ ഇംപ്രൂവ്മെന്റിന് ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ലഭിക്കാതെ വരുമ്പോഴാണ് ജനിക്കുന്ന കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവുക. നമ്മൾ ഇതൊക്കെ ഇനി മനസ്സിലാക്കിയേ പറ്റൂ. നമ്മൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട്, അതായത് ഭക്ഷണം കൊണ്ടും നമ്മുടെ ജീവിത രീതി കൊണ്ടും വെള്ളം കൊണ്ടൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ആ കാര്യങ്ങൾ ശരിയാക്കിയിട്ടാണ്. അല്ലാതെ ലോകത്തുള്ള മരുന്ന് മുഴുവൻ വാങ്ങിച്ച് കഴിച്ചിട്ടല്ല, ആയുഷ്കാലം മുഴുവൻ നമ്മൾ ചികിത്സിച്ചുകൊണ്ടല്ല. ഇതൊക്കെ നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ട കാലം നമ്മൾ അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ പറയുന്ന ഈ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് വൈസ് സിൻസിനോ, ഇത് ഓൾറെഡി ഡോക്യുമെന്റഡ് ആണ്. ലോകത്തിൽ നമുക്കറിയാം ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു റെഗുലേറ്ററി സംവിധാനമാണ് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി. ഇതൊരു ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഈ യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി 18ഓളം ഹെൽത്ത് ക്ലെയിംസ് ആണ് അവർ അപ്രൂവ് ചെയ്തിട്ടുള്ളത്.
അതായത് ഇത് ബ്രെയിൻ ഫംഗ്ഷനെ നോർമൽ ആക്കുന്നു, ഹാർട്ടിന്റെ ഫംഗ്ഷനെ നോർമൽ ആക്കുന്നു, ഇമ്മ്യൂൺ ഫംഗ്ഷൻ നോർമൽ ആക്കുന്നു, വിഷൻ നോർമൽ ആക്കുന്നു, പല്ലുകളുടെ ആരോഗ്യം നോർമൽ ആക്കുന്നു, ബ്രെയിൻ ഡെവലപ്മെന്റ്, അതായത് നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ബ്രസ്റ്റ് ഫെഡ് ഇൻഫാൻസ്, ഗർഭസ്ഥ ശിശുവിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ്, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, ഇതിനൊക്കെ ഇത് അത്യാവശ്യമാണ്. ഇതൊക്കെ ശരിയാക്കുന്നു എന്നുള്ളതാണ് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ആധികാരികമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബോൺ സ്ട്രക്ചർ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ബ്ലഡ് പ്രഷറിനെ നോർമൽ ആക്കുന്നു, ബ്ലഡ് ട്രൈഗ്ലിസറൈഡ്സ് നോർമൽ ആക്കുന്നു. ഇതൊക്കെ ആയുഷ്കാലം മുഴുവൻ ആൾക്കാർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാഴ്ച, കണ്ണിന്റെ വിഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ ബ്ലഡിൽ നമ്മുടെ നോർമൽ അബ്സോർപ്ഷൻ, യൂട്ടിലൈസേഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്, പലത് കഴിക്കല്ല, ഇതൊക്കെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിലൊക്കെ ഈ സാധനം വേണം ബ്ലഡിനകത്ത്. അതുപോലെ തന്നെ മസിൽ ഫംഗ്ഷൻ, ലോവേഴ്സ് ആൻഡ് റെഡ്യൂസസ് യുവർ ബ്ലഡ് കൊളസ്ട്രോൾ. ഇപ്പൊ ഇത്തരത്തിൽ 18ഓളം ഹെൽത്ത് ക്ലെയിംസ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഇനി പ്രൂഫ് ഈസ് ഇൻ ദ പുഡിംഗ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇത് കഴിച്ച് ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വീണ്ടും 120 ദിവസത്തിന് ശേഷം ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടാം. ഇപ്പൊ പലപ്പോഴും എന്നോട് പലരും ഇന്ന് രാവിലെ ഒരാൾ പറയുണ്ടായി, ഞാൻ omega-3 സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, വെരി ഗുഡ്, സോ ഐ കൺഗ്രാറ്റുലേറ്റ് യു, ബിക്കോസ് നിങ്ങൾ ഹെൽത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കഴിക്കുന്ന സാധനം വർക്ക് ആവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഇത് നമുക്ക് ശരിയായ അനുപാതത്തിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടോ? ഈ ഫാറ്റിന്റെ ഇതിന്റെ കൃത്യമായ അളവിൽ ഇതുണ്ടോ? omega-3 ഇൻഡെക്സ് എന്താണ്? അതിന്റെ പ്രൊട്ടക്ഷൻ വാല്യൂ എന്താണ്? കോശങ്ങളുടെ പ്രൊട്ടക്ഷൻ വാല്യൂ എന്താണ്? ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവിടെയാണ് ഈ കമ്പനി നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്, നിങ്ങൾ 120 ദിവസം ഇത് എടുത്തു കഴിഞ്ഞാൽ 95% ഓഫ് ദോസ് ടേക്കിംഗ് സെൻസിനോ ബാലൻസ് സപ്ലിമെന്റ്സ് ആർ ബാക്ക് ഇൻ ബാലൻസ് ആഫ്റ്റർ 120 days, മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ഇതെല്ലാം ഒരു ടെസ്റ്റ് ബേസ്ഡ് ആണ്. അതൊരു പേഴ്സണലൈസ്ഡ് വെൽനെസ് ആണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഏറ്റവും ഉന്നത ക്വാളിറ്റിയിൽ, ഏറ്റവും ഗുണമേന്മയിൽ, ഏറ്റവും ക്വാളിറ്റി കൺട്രോളിൽ പ്രിപ്പയർ ചെയ്യപ്പെടുന്ന ഫുഡ് സപ്ലിമെന്റ് ആണ് സെൻസിനോ കമ്പനി ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ സൺഡേ സെഷൻ എന്ന് പറയുന്ന ഒരു ഹെൽത്ത് അവയർനെസ് ക്ലാസ് ആണ്. അതിലേക്ക് നമുക്ക് വിശിഷ്ട വ്യക്തികൾ വരാറുണ്ട്. നമുക്ക് ഈ സെൻസിനോ കമ്പനിയിൽ ഓരോ കാറ്റഗറിയിലും ഇപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ സെല്ലുലാർ ഫങ്ഷൻ, ഹെൽത്ത്, അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റ്, ഇമ്മ്യൂൺ സപ്പോർട്ട്, ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അതുപോലെ സ്കിൻ കെയർ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ടുഡേസ് സെഷൻ ഈസ് ഓൾ അബൌട്ട് ഹെൽത്ത്. ഈ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 100 കണക്കിന് സ്പോർട്സ് പ്രൊഫഷണൽസ്. ഇത് ഞാൻ എടുത്ത് പറയുന്ന കാര്യം, നമുക്കറിയാം സ്പോർട്സ് പ്രൊഫഷണൽസ്, എസ്പെഷ്യലി ഒളിമ്പിക്കിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ, മെഡൽ വിന്നേഴ്സ്, ഇവരൊക്കെ വളരെയധികം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. ഈ കമ്പനിക്ക് 100 കണക്കിന് ബ്രാൻഡ് അംബാസഡേഴ്സ് ഉണ്ട്. ഇവരൊന്നും തന്നെ ഒരു പെയ്ഡ് എൻഡോഴ്സ്, അതായത് പൈസ കൊടുത്തൊരു അംബാസഡർ ആയിട്ടുള്ള ആൾക്കാരല്ല. ഇവരെല്ലാം തന്നെ ഈ പ്രൊഡക്റ്റ് ആയുഷ്കാലം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് ഇവർ ബ്രാൻഡ് അംബാസഡർ ആവുന്നത്. അപ്പൊ അത്തരത്തില് ലോകത്തില് ഏറ്റവും വലിയ സ്പോർട്സ് പ്രൊഫഷണൽസ് ഒക്കെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ആൻഡ് ദിസ് കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് കമ്പനി ഫ്രം സ്കാൻഡിനേവിയൻ കമ്പനികളെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം അവരുടെ വിശ്വാസ്യത, ട്രസ്റ്റ്, ഉത്തരവാദിത്വം, അതുപോലെ തന്നെ ആ ഒരു കമ്മിറ്റ്മെന്റ്, ഇതെല്ലാം നമുക്ക് എടുത്തു പറയേണ്ടതാണ്. 100-ലധികം രാഷ്ട്രങ്ങളിൽ ഈ കമ്പനി ഇപ്പോൾ ഓപ്പറേഷനിലാണ്. നമുക്ക് ഏറ്റവും വലിയ സന്തോഷകരം എന്ന് പറയാവുന്ന ഒരു കാര്യം, ഈ കമ്പനി ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എത്രമാത്രം ഈ കമ്പനി സോഷ്യലി കമ്മിറ്റഡ് ആണ് എന്നുള്ളതാണ്. 1100 കുട്ടികളുടെ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഈ കമ്പനി ഇവിടെ സ്പോൺസറിങ് തുടങ്ങിയിട്ട് ഏകദേശം 2000-ൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഇന്ത്യയിലൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ്. ഓക്കെ, അവരുടെ പാർട്ട് ഓഫ് ചാരിറ്റി വർക്ക് സെലക്ടഡ് ഇന്ത്യ, നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ ഒരു 1100-ഓളം കുട്ടികളെ കമ്പനി ഓൾറെഡി അതിനുശേഷം 3-4 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യൻ ഓപ്പറേഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയും എത്തിച്ചേർന്നതിൽ വളരെയധികം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം നമുക്കിന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു വീഡിയോയിലൂടെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹത്തെ നേരിട്ട് കാണാനും സംസാരിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിൽ കാണാനൊക്കെ ഭാഗ്യം എനിക്കുണ്ടായി. എന്തായാലും സമയം കളയുന്നില്ല, ഒട്ടും വൈകാതെ ഞാൻ അദ്ദേഹത്തെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. പ്രൊഫസർ ഡോക്ടർ സുരേഷ് ഗുപ്തൻ സർ, അദ്ദേഹം